കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വർണ്ണ കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം വാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ വിജയത്തിനായുള്ള കണ്ണുനീർ അഭിഷേകമാവുന്ന വേളകൾ മാതൃഹൃദയത്തിൽ നിന്നും വചനം കവിഞ്ഞു പെയ്യും പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ്. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2. ബൈബിളിനെ അറിയുവാനും ബൈബിളിനെ സ്നേഹിക്കുവാനുമായി പാലക്കാട് രൂപത മാതൃവേദിയും ഷാലോം ടെലിവിഷനും ചേർന്നൊരുക്കുന്ന പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നും നമ്മോടൊപ്പം 3 ടീമുകളാണുള്ളത്. നമുക്ക് അവരിലേക്ക് പോകാം. പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് സീസൺ 2 അതിൻ്റെ ജൈത്രയാത്ര തുടരുമ്പോൾ ഒരു കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ ജ്ഞാനവും ദൈവത്തിൻ്റെ ക്ഷണവും ലഭിക്കാതെ ഒരാൾക്കും ദൈവവചനം പങ്കുവയ്ക്കാൻ സാധ്യമല്ല. ഇന്നും പുതിയ 3 ടീമുകൾ റെഡിയാണ്. നമ്മൾക്ക് അവരെ പരിചയപ്പെടാം. ഹായ്, നിങ്ങൾ എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ ധോണികുണ്ടിൽ നിന്നാണ് വരുന്നത്. വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയൊക്കെ പഠിച്ചിട്ടാണോ വന്നിരിക്കുന്നത്? ഞങ്ങളെ കൊണ്ട് സാധിക്കുന്നത് വരെ ഞങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരുപാട് സമയം ഇതിനു വേണ്ടി ചെലവാക്കിയോ? ഇല്ല, ഞങ്ങളുടെ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് കിട്ടുന്ന സമയം മിച്ചം വെച്ചാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾ പഠിച്ചത്? ഞങ്ങൾക്ക് ഞങ്ങളുടെ ധോണികുണ്ട് പള്ളിയുടെ പണിയായിരുന്നു. ആ പള്ളി പണിയിലൊക്കെ ഞങ്ങൾ സഹകരിച്ചു. എന്നിട്ട് അവിടെ ഇരുന്നും കുറച്ച് പഠിച്ചിട്ടുണ്ട്, പിന്നെ വീട്ടിലിരുന്നും കുറച്ച് പഠിച്ചു. നിങ്ങൾ ഈ പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിൽ പങ്കെടുക്കാൻ തുടങ്ങിയപ്പോൾ ഉണ്ടായ മാറ്റം എന്താണ്? ദൈവവചനം നമുക്ക് ആഴത്തിൽ ഗ്രഹിക്കാനുള്ള ഒരു പരിശുദ്ധാത്മാവിൻ്റെ കൃപ കിട്ടി. വചനം കൂടുതൽ ഒത്തിരി ആഴമുണ്ടെന്നുള്ളൊരു ബോധ്യം നമുക്ക് കിട്ടി. പിന്നെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമ്മൾ പഠിച്ച ദൈവവചനങ്ങൾ നമുക്ക് ഓർമ്മയിൽ കൊണ്ടുവരാനായിട്ട് പറ്റി. അതിൽ ആശ്രയിക്കാനായിട്ട് നമുക്കൊരു പ്രത്യേക പ്രേരണ കിട്ടി. അപ്പോൾ വചനം പഠിച്ചത് നമുക്ക് ഒരിക്കലും നഷ്ടമല്ല എന്നാണ് നിങ്ങൾ പറയുന്നത്? തീർച്ചയായിട്ടും. ദൈവത്തോട് കൂടുതൽ അടുക്കാനും ദൈവത്തെ കൂടുതൽ സ്നേഹിക്കാനും ഈ പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസ് നിങ്ങളെ പ്രാപ്തമാക്കി സഹായിച്ചിട്ടുണ്ട്. ഓക്കെ, നിങ്ങൾക്കുള്ള ലോട്ട് ഇവിടെ റെഡിയാണ്. അതിൽ നിന്നും ഒരെണ്ണം എടുക്കുക. നിങ്ങളുടെ ടേബിൾ ഏതാണെന്ന് സെലക്ട് ചെയ്യുക. നിങ്ങൾക്ക് എന്നിട്ട് നമ്മുടെ ഫ്ലോറിലേക്ക് പോകാവുന്നതാണ്. വരൂ, ഒരാൾ. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 1-ാം നമ്പറാണ്. സന്തോഷമായോ? സന്തോഷമായി. ധോണികുണ്ടിനോട് ചേർന്ന് മത്സരിക്കാൻ അടുത്ത ടീം ആരാണ് റെഡിയായിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ എവിടുന്നാ വരുന്നത്? സെന്റ് മേരീസ് ചർച്ച് തച്ചമ്പാറ. കഴിഞ്ഞ പ്രാവശ്യത്തെ ഒരു അനുഭവം എങ്ങനെ ഉണ്ടായിരുന്നു? വചനം പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെയും വചനം പഠിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായി. നേരത്തെ വചനം പഠിച്ചിരുന്നത് പോലെയല്ല ഇപ്പം പഠിച്ചുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഒത്തിരി പ്രാവശ്യം വായിച്ചിട്ടുള്ള ഭാഗങ്ങളാണെങ്കിലും ഇപ്പോൾ വായിക്കുമ്പോൾ അത് കൂടുതൽ മനസ്സിലാകുന്നുണ്ട്. വചനം നിങ്ങൾ കുടുംബത്തിലേക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങിയപ്പോൾ അവിടെ ഉണ്ടായ എന്തെങ്കിലും ഒരു മാറ്റം നമ്മുടെ പ്രേക്ഷകരോടൊന്ന് പങ്കുവയ്ക്കാമോ? കുടുംബത്തിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് വചനം നമ്മൾ പഠിച്ചത് പെട്ടെന്ന് ഓർമ്മ വരികയും അതിൽ ആശ്വാസം കണ്ടെത്താനും സാധിക്കുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലുണ്ടായ എന്തെങ്കിലും ഒരു ദൈവാനുഭവം ഒന്ന് പങ്കുവയ്ക്കാമോ? ചെറിയ മോൻ്റെ ഒരു കാര്യത്തിൽ ദൈവം ഇടപെട്ടതായിട്ട് ഞങ്ങൾക്ക് വല്ലാണ്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അവന് ചെവിക്ക് സർജറി വേണമെന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്ത് പ്രീ ഓപ്പറേഷൻ റൂമിൽ വരെ ഞങ്ങൾ പോയതാണ്. അപ്പോൾ അന്ന് അവിടുന്ന് വേറൊരു പ്രശ്നം കൊണ്ട്, അതിന് മുമ്പത്തെ ആൾ കുറച്ച് കോംപ്ലിക്കേഷൻ ആയതുകൊണ്ട് അവനന്ന് സർജറി ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഞങ്ങൾ അന്ന് അങ്ങനെ തലേദിവസം രാത്രിയിൽ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ നമ്മളെ കൊണ്ട് അവർ സൈൻ ചെയ്യിപ്പിക്കുമല്ലോ. കുട്ടിക്ക് ഇങ്ങനെ ഇൻറ്റേർണൽ ബ്ലീഡിങ് ഉണ്ടാവും, അതുപോലെ കുറേ കാര്യങ്ങൾ നമ്മൾ സൈൻ ചെയ്യണം. അപ്പോൾ രാത്രി ഞങ്ങൾ കരഞ്ഞു പ്രാർത്ഥിച്ചു, 2 ഹസ്ബൻഡും ഞാനും കരഞ്ഞു പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിറ്റേ ദിവസം അട്ടപ്പാടിയിൽ അന്ന് ആദ്യ വെള്ളിയാഴ്ചത്തെ പ്രേയർ നടക്കുന്ന സമയമാണ്. അപ്പോൾ ഞങ്ങൾ കുട്ടിയെ കൊണ്ട് അവിടെ പോയി. അപ്പോൾ അവിടെ നിന്ന് അച്ഛനിങ്ങനെ അനൗൺസ് ചെയ്യുകയാണ്, ചെവിയിൽ പൊട്ടി ഒഴുകുന്ന ഒരു കുട്ടിയുടെ ചെവിയിലെ അസുഖം ഭേദമാക്കുന്നതായിട്ട് ദൈവം കാണിച്ചു തരുന്നു എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഇതുവരെ അങ്ങനെ ഉണ്ടായിട്ടില്ല. പിന്നെ എല്ലാ ആഴ്ചകളും ഞങ്ങളവിടെ പോവുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. നമുക്ക് അഭിമാനിക്കാം, നമ്മൾ ജീവനുള്ള ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്, അല്ലേ?
വചനം നമ്മോട് കൂടെയുണ്ട്. നമ്മൾ വചനം പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ ദൈവം നമ്മൾ ഒരിക്കലും കൈവിടില്ല എന്നുള്ള ഉദാഹരണം നമ്മളിപ്പോൾ കണ്ടു. നിങ്ങൾ മുന്നോട്ട് വരിക, നിങ്ങൾക്കൊരു ലോട്ട് എടുക്കാം. നിങ്ങളുടെ ടേബിൾ ഏതാണെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. വന്നോളൂ. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 2-ാം നമ്പറാണ്. സന്തോഷമാണോ? ഓക്കെ, പോയിരുന്നു. അങ്ങനെ 2 ടീമുകളും റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുത്ത ടീം ആരാണെന്ന് നോക്കാം. ഹായ്, നിങ്ങൾ ഏത് ടീമാണ്? സെയിൻറ്റ് മദർ തെരേസാസ് കയറാടി. നിങ്ങൾ പഠിച്ച് എല്ലാം ഭംഗിയായിട്ടാണോ വന്നിരിക്കുന്നത്? പരമാവധി ഞങ്ങളെ കൊണ്ടാകുന്നത് പോലെ. നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. നിങ്ങൾ എത്ര കുടുംബാംഗങ്ങളുണ്ട് ഇടവകയിൽ? 60 കുടുംബാംഗങ്ങളുണ്ട്. ഈ പെനുവേൽ മദേഴ്സ് ബൈബിൾ ക്വിസിൽ വന്നപ്പോൾ മുതൽ നിങ്ങളിത് ടി വിയിൽ കണ്ടപ്പോഴൊക്കെ നിങ്ങൾക്കുണ്ടായ ഒരു അനുഭവം ഞങ്ങളോടൊന്ന് പങ്കുവയ്ക്കാം. കാണാൻ തുടങ്ങിയപ്പോൾ മുതൽ നമുക്ക് കുറച്ചുകൂടെ ദൈവവചനം ആഴത്തിൽ പഠിക്കുന്നതിനും അതുപോലെ തന്നെ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുന്നതിനും പിന്നെ ജീവിതത്തിൽ പകർത്തുന്നതിനുമുള്ള ഒരു പ്രേരണ കിട്ടി. മാത്രമല്ല അത് പഠിച്ചു തുടങ്ങിയപ്പോൾ മുതൽ നമുക്ക് കുടുംബത്തിലൊക്കെ ഒരു മാറ്റങ്ങൾ കാണാൻ തുടങ്ങിയിട്ടുണ്ട്. ഒരു ശാന്തതയും ദൈവവുമായിട്ട് ഐക്യപ്പെട്ട് കുറച്ചുകൂടെ മെച്ചപ്പെട്ട ഒരു ജീവിതത്തിന് സാധിച്ചെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് ലോട്ട് എടുക്കാം. നിങ്ങളുടെ ടേബിൾ ഏതാണെന്ന് തീരുമാനിക്കാം. ഒരാൾ ഫ്രണ്ടിലേക്ക് വന്നോളൂ. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നത് 3-ാം നമ്പറാണ്. സന്തോഷമാണോ? ഓക്കെ, പോയിക്കോളൂ. വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ചവരാണ് അമ്മമാർ. അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ അമ്മമാരാണ് ഈ ബൈബിൾ ക്വിസിനെ ഏറ്റവും സുന്ദരമാക്കുന്നത്. ഇന്ന് നമ്മോട് കൂടെയുള്ള ടീമുകൾ ടീം ധോണികുണ്ട്, ടീം തച്ചമ്പാറ, ടീം കൈറാടി. ഇനി നമുക്ക് സ്വാഗതം ചെയ്യാനുള്ളത് കുറേ ചോദ്യങ്ങളുമായി നമ്മെ കാത്തിരിക്കുന്ന നമ്മുടെ ക്വിസ് മാസ്റ്റർ ഡോക്ടർ ഫാദർ അരുൺ കലമറ്റത്തിൽ. പെനുവേൽ, ദ ഫേസ് ഓഫ് ഗാഡ്, ദൈവത്തിൻ്റെ മനോഹരമായ തേജസ്സാർന്ന മുഖമാണത്. ഈ മത്സരത്തിലൂടെ നാം കാണുന്നതും കണ്ടെത്താൻ ശ്രമിക്കുന്നതും വചനത്തിൽ അവതീർണനായിരിക്കുന്ന ദൈവത്തിൻ്റെ മുഖമാണ്. നമ്മോട് കൂടെയുള്ളത് ധോണികുണ്ട്, തച്ചമ്പാറ, കൈറാടി ടീമുകളാണ്. പുതിയൊരു എപ്പിസോഡിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ടീം ധോണികുണ്ട്, നിങ്ങൾ നന്നായി പഠിച്ചൊരുങ്ങിയിട്ടുണ്ടാവും. ഒരുങ്ങിയിട്ടുണ്ട് അച്ഛാ, നന്നായിട്ട് ഒരുങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ മത്സരം നിങ്ങളെ എന്താണ് കൂടുതലായി പഠിപ്പിച്ചത്? കുറച്ചും കൂടെ നന്നായി ആഴത്തിൽ വചനം പഠിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് നിങ്ങൾ നേടിയത് എന്താണ്? ദൈവാശ്രയ ബോധം തന്നെയാണ്. ദൈവവചനത്തിൽ ആഴമായിട്ട് ശരണപ്പെടാനുള്ള ഒരു ബോധ്യം കിട്ടിയിട്ടുണ്ട്. അങ്ങനെ ഒരു ബോധ്യം കിട്ടി. തച്ചമ്പാർക്കാർ, കഴിഞ്ഞ പ്രാവശ്യം നിങ്ങൾ എത്രാം സ്ഥാനത്താണ്? 2-ാം സ്ഥാനമായിരുന്നു. 2-ാം സ്ഥാനമാണ്. അങ്ങനെയാണ് ഈ റൗണ്ടിലേക്ക് പ്രവേശിച്ചത്. ഈ പ്രാവശ്യം 2-ാം സ്ഥാനത്തിന്റെ പോരായ്മ പരിഹരിക്കാൻ എന്തൊക്കെ ചെയ്തു? കഴിഞ്ഞ പ്രാവശ്യത്തെക്കാളും കൂടുതലായിട്ട് വചനം പഠിച്ചിട്ടുണ്ട്. പക്ഷെ CCC ഇച്ചിരി ബുദ്ധിമുട്ടായിട്ട് തോന്നി. CCC എന്തുകൊണ്ടാണ് ബുദ്ധിമുട്ടായിട്ട് തോന്നിയത്? അത് വായിക്കുമ്പോൾ അത് നമുക്കത് ഗ്രഹിക്കാൻ പറ്റുന്നില്ല. വളരെ എളുപ്പമല്ലേ? തോന്നിയില്ല. അങ്ങനെ തോന്നിയില്ല. കൈറാടിക്കാർക്ക് എന്താണ് തോന്നിയത്? CCC വായിച്ചിട്ട് വളരെ അനായാസമല്ലായിരുന്നു? CCC വായിച്ചിട്ട് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി ആദ്യമൊക്കെ വായിച്ചു കഴിഞ്ഞപ്പം. പിന്നെ കുറച്ചത് 2-3 പ്രാവശ്യം ആവർത്തി വായിച്ചു കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ ആ തുള്ളിലുള്ള എന്തോ ആണെന്ന് മനസ്സിലാകുന്നത്. അതുകൊണ്ട് പഴയ നിയമമൊക്കെ എന്തുകൊണ്ടാണ് പഴയ നിയമത്തിലൊക്കെ ഇങ്ങനെ പല രീതിയിൽ എഴുതിയിരിക്കുന്നതെന്നൊക്കെ മനസ്സിലായത് CCC വായിച്ചപ്പോഴാണ്. വചനത്തെ സംബന്ധിക്കുന്ന സഭയുടെ പ്രബോധനങ്ങളാണ് CCCയിൽ നിങ്ങൾ പഠിച്ചത്. നമ്മൾ ആരംഭിക്കുകയാണ് ഈ മത്സരം. മത്സരം ആരംഭിക്കുമ്പോൾ ഏതാനും പൊതുനിർദ്ദേശങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. 5 റൗണ്ടുകളാണ് ഈ മത്സരത്തിലാകെയുള്ളത്. നിങ്ങൾക്ക് പരിചയമുള്ള റൗണ്ടുകളുണ്ട്, പരിചയമില്ലാത്ത റൗണ്ടുകളും ഇത്തവണയുണ്ട്. 1-ാമത്തെ റൗണ്ടിലേക്ക് നാം പോവുകയാണ്. പരമാവധി പോയിന്റുകൾ ശേഖരിച്ചു വെക്കാവുന്ന സ്ഥലമാണ് ഈ റൗണ്ട്. ചോദ്യം ലഭിക്കുന്ന ടീമിന് മാത്രമല്ല പോയിന്റ് കിട്ടാൻ പോകുന്നത്, കണ്ടു നിൽക്കുന്ന ടീമുകൾക്കും പോയിന്റ് കിട്ടും. അതാണ് ഈ റൗണ്ടിന്റെ പ്രത്യേകത. ക്രമീകരിച്ചിരിക്കുന്നത് ഇങ്ങനെയാണ്: ഒരു ടീമിനോട് നേരിട്ട് ചോദ്യം ചോദിക്കും. അവർ ഉത്തരം ആലോചിച്ചു കൊണ്ടിരിക്കെ മറ്റ് 2 ടീമുകളും തങ്ങൾക്കറിയാവുന്ന ഉത്തരം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന കടലാസിൽ എഴുതും. അതിനുശേഷം ചോദ്യം ചോദിച്ച ടീമിന് ഉത്തരം നൽകാനുള്ള അവസരം കൊടുക്കും. ശരിയെങ്കിൽ അവർക്ക് പോയിന്റ് കൊടുക്കും. അതേ തുടർന്ന് മറ്റ് 2 ടീമുകളും എഴുതിയിരിക്കുന്ന ഉത്തരം എന്താണെന്ന് കേൾക്കും. ഉത്തരം ശരിയെങ്കിൽ 20 പോയിന്റ് അവർക്കും കിട്ടും. ഇതാണ് ഇതിന്റെ ക്രമം. നമുക്ക് ആരംഭിക്കാം. ധോണി കൊണ്ടൊരു വളരെ ചെറിയ ഇടവകയാണ് അല്ലേ? അതെ സർ. എത്ര വീട്ടുകാരൊക്കെ ഉണ്ട് അവിടെ? 40 വീട്ടുകാർ. 40 വീട്ടുകാരാണല്ലോ. 40 വീട്ടുകാരിൽ നിന്ന് എത്ര മാതൃസംഘാംഗങ്ങളുണ്ട്? ഒരു 20 പേരൊക്കെ ഉള്ളൂ. ഒരു 20 പേരോളം
ഉൾപ്പെടുന്ന ഒരു മാതൃസംഘത്തിന്റെ ടീമാണ് നിങ്ങൾ. അതെ നിങ്ങൾ നന്നായി പഠിച്ചൊരുങ്ങി ഈ റൗണ്ടിലേക്ക് പ്രവേശിച്ചിരിക്കുക. അതെ ചോദ്യം ആരംഭിക്കാം. ഈ റൗണ്ടിന്റെ പേര് സ്റ്റോർ ഹൗസ് എന്നാണ്. അവൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ ചെയ്യും. എൻ്റെ സ്റ്റോർ ഹൗസുകൾ, കളപ്പുരകൾ, അറപ്പുരകൾ പൊളിച്ച് ഞാൻ കൂടുതൽ വലിയവ പണിയും. അതിലെൻ്റെ ധാന്യവും വിഭവങ്ങളും ഞാൻ ശേഖരിക്കും. അനന്തരം ഞാൻ എൻ്റെ ആത്മാവിനോട് പറയും. എന്താണ് അവൻ തൻ്റെ ആത്മാവിനോട് പറയാൻ ആഗ്രഹിച്ചത്? കഴിഞ്ഞു. സോ ക്യാപ് യുവർ പെൻ. ധ്വനികുണ്ട് ഉത്തരം അറിയാം അല്ലേ? പറയൂ. അനേകം നാളുകൾക്കുള്ളത് ഞാൻ സംഭരിച്ചു വെച്ചിരിക്കുന്നു. ആത്മാവെ തിന്നുകുടിച്ച് ആനന്ദിക്കുക. ആത്മാവെ അനേക വർഷത്തേക്കുള്ളത് ഞാൻ സംഭരിച്ചു വെച്ചിരിക്കുന്നു. തിന്നുകുടിച്ച് ആനന്ദിക്കുക. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. ഈ ആത്മാവിന് ഈ ഭക്ഷണമൊക്കെ തിന്നുകുടിച്ച് ആനന്ദിക്കാൻ പറ്റുമോ? പറ്റില്ല. പിന്നെ എന്താണ് ആ മനുഷ്യൻ അങ്ങനെ പറയുന്നത്? ഭോഷനായ ധനികനായതുകൊണ്ട്. അവൻ ഭോഷനാണ്. അവൻ വിചാരിക്കുകയാണ് ആത്മാവിന് ഈ ശരീരത്തിന് ആവശ്യമുള്ളത് തന്നെ മതി ആത്മാവിനുമെന്ന് അവൻ വിചാരിക്കുകയാണ്. അതുകൊണ്ടാണ് അവൻ പറയുന്നത്, അവൻ്റെ ആത്മാവിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി പറയുകയാണ്, ആത്മാവെ നിനക്ക് ആവശ്യമുള്ളതൊക്കെ ഞാൻ ഈ സ്റ്റോർ ഹൗസിൽ കളപ്പുരയിൽ ശേഖരിച്ചിട്ടുണ്ട്. ഇനി നീ തിന്നുകുടിച്ച് ആനന്ദിക്കുക. ആത്മാവിന് അതുകൊണ്ട് ആനന്ദിക്കാൻ പറ്റില്ല. ആത്മാവ് ആനന്ദിക്കുന്നത് ദൈവത്തെ കൊണ്ടാണ്. ദൈവസാന്നിധ്യമാണ് ആത്മാവിൻ്റെ ഭക്ഷണം, ആത്മാവിൻ്റെ സന്തോഷവും അതാണ്. ടീം ധോണികുണ്ട് നിങ്ങളുടെ ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം തച്ചമ്പാറ, എന്താണ് നിങ്ങളുടെ ഉത്തരം? ആത്മാവെ അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ആനന്ദിക്കുക. ഉത്തരം ശരിയാണ്. ടീം കയറാടി. ആത്മാവെ അനേക വർഷത്തേക്ക് വേണ്ട വിഭവങ്ങൾ നിനക്കായി സംഭരിക്കപ്പെട്ടിരിക്കുന്നു. വിശ്രമിക്കുക, തിന്നുകുടിച്ച് ഉത്തരം ആനന്ദിക്കുക. ശരിയാണ്. ടീം കയറാടിക്കും ടീം തച്ചമ്പാറയ്ക്കും 20 പോയിന്റുകൾ വീതം ലഭിക്കുകയാണ്. അഭിനന്ദനം. രണ്ടാമത്തെ ചോദ്യം ടീം തച്ചമ്പാറയ്ക്കുള്ളതാണ്. ചോദ്യം ഇതാണ്: ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. ഇവയെല്ലാം അതോടൊപ്പം നിങ്ങൾക്ക് ലഭിക്കും. നിങ്ങൾക്കെല്ലാം ആവശ്യമാണെന്ന് പിതാവിനറിയാം. നിങ്ങൾ എന്ത് ചെയ്യുമ്പോഴാണ് ഇതെല്ലാം ലഭിക്കുന്നത്? നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുമ്പോൾ. നിങ്ങൾക്ക് ഉത്തരം എഴുതാം. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുമ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം ലഭിക്കും. ടീം തച്ചമ്പാറ നിങ്ങൾക്കും കൂടെ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്. ടൈം ഓവർ. ക്യാപിയർ പെൻ. ടീം തച്ചമ്പാറ, ഇതൊരു നല്ല കാര്യമാണ്. നമുക്ക് കിട്ടുന്ന പോയിന്റുകൾ മറ്റുള്ളവർക്കും കിട്ടട്ടെ എന്നുള്ള ഒരു ആഗ്രഹം. നിങ്ങളുടെ ഉത്തരം പറഞ്ഞോളൂ. നിങ്ങൾ അവിടുത്തെ രാജ്യം അന്വേഷിക്കുക, അപ്പോൾ നിങ്ങൾക്കുള്ളതെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. കുഴപ്പമില്ല, അവസാന ശാലം തെറ്റിയാലും ഉത്തരം അതിനകത്തുണ്ട്. നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യം അന്വേഷിക്കുക, അപ്പോഴാണ് ബാക്കിയെല്ലാം അതിനോട് കൂട്ടിച്ചേർക്കപ്പെടുന്നത്. ദൈവത്തിന്റെ രാജ്യം അതന്വേഷിക്കലാണ് നമ്മുടെ പ്രാഥമികമായ കർത്തവ്യം. ഉത്തരം ശരിയാണ് ടീം തച്ചമ്പാറ. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. നിങ്ങൾക്ക് ആവശ്യമില്ലായിരിക്കും എങ്കിൽ തന്നെയും ടീം തച്ചമ്പാറ നിങ്ങളെ സഹായിച്ചിട്ടുണ്ട്. എന്താണ് നിങ്ങളുടെ ഉത്തരം? അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ. അതുതന്നെയാണ് നിങ്ങളുടെയും ഉത്തരം. ടീം ധോണികുണ്ട്. അവിടുത്തെ രാജ്യം അന്വേഷിക്കുവിൻ, അതോടൊപ്പം ഇവയെല്ലാം നൽകപ്പെടും. ഇതിപ്പോൾ കഷ്ടമായി. കാണുന്നവർ വിചാരിക്കും തച്ചമ്പാറക്കാർ പറഞ്ഞു തന്നുകൊണ്ട് നമ്മൾ എഴുതിയതാണ്. നമുക്ക് നേരത്തെ അറിയാമായിരുന്നു താൻ. ടീം കയറാടിക്കും ടീം ധോണികുണ്ടിന് ലഭിക്കുകയാണ് 20 പോയിന്റുകൾ വീതം. അഭിനന്ദനങ്ങൾ. ടീം കയറാടി, നിങ്ങൾക്ക് ഇതുപോലെ സഹായിക്കാൻ താല്പര്യമുണ്ടോ? ഇല്ല. നിങ്ങൾ ആരെയും സഹായിക്കില്ല, ഇങ്ങനെ സഹായിക്കില്ല. ചോദ്യം ഇതാണ്: വിശുദ്ധ പൗലോസിനെ തോൽവാറുകൊണ്ട് ബന്ധിച്ച് ചമ്മട്ടി കൊണ്ട് അടിക്കാൻ ഒരുങ്ങിയപ്പോൾ വിശുദ്ധ പൗലോസ് അടുത്തു നിന്ന ശതാധിപനോട് ഒരു ചോദ്യം ചോദിച്ചു. ആ ചോദ്യം കേട്ട ശതാധിപൻ സഹസ്രാധിപനെ സമീപിച്ച് പറഞ്ഞു, അങ്ങ് എന്താണ് ഈ ചെയ്യാൻ ഒരുങ്ങുന്നത്? എന്താണ് പൗലോസ് ശതാധിപനോട് ചോദിച്ചത്?
പൗലോസിനെ ബന്ധിച്ച് അടിക്കാനൊരുങ്ങിയപ്പോൾ അടുത്ത് നിന്ന ശതാധിപനോട് അവനൊരു ചോദ്യം ചോദിച്ചു. എന്താണ് ആ ചോദ്യം? കേരാടി, നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഇവർക്ക് പറഞ്ഞു കൊടുക്കാം. സമയം പൂർത്തിയായിരിക്കുന്നു. ക്യാപ്പിയർ പെൻ. കേരാടി, എന്താണ് ഉത്തരം? റോമാ പൗരനായ ഒരുവനെ വിചാരണ ചെയ്ത് കുറ്റം വിധിക്കാതെ ചമ്മട്ടി കൊണ്ടടിക്കുന്നത് നിയമാനുസൃതമാണോ? ആണോ? അല്ല. അല്ല. റോമ പൗരനായ ഒരുവനെ വിചാരണ ചെയ്യാതെ കുറ്റമാണ് ചെയ്തിരിക്കുന്നതെന്ന് ബോധ്യപ്പെടുത്താതെ വിചാരണ കൂടാതെ ചമ്മട്ടി കൊണ്ടടിക്കുന്നത് നിയമാനുസൃതമാണോ എന്നാണ്. റോമ സാമ്രാജ്യം വലിയ ശക്തിയുള്ളൊരു സാമ്രാജ്യമാണ്. റോമ പൗരന്മാർക്ക് വലിയ സ്ഥാനമാണ് ലോകത്തുണ്ടായിരുന്നത്. അതുകൊണ്ട് അവർ വിചാരണ ചെയ്യപ്പെടുക തന്നെ വേണമായിരുന്നു. അനാവശ്യമായി അവരെ ശിക്ഷിക്കാനൊന്നും ആർക്കും കഴിയുമായിരുന്നില്ല. നിങ്ങളുടെ ഉത്തരം ശരിയാണ് ടീം കൈറാടി. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ധോണികുണ്ട്, നിങ്ങളുടെ ഉത്തരം എന്താണ്? റോമൻ പൗരനായാൽ കുറ്റം വിധിക്കാതെ ചമ്മട്ടി കൊണ്ടടിക്കുന്നത് നിയമാനുസൃതമാണോ? റോമ പൗരനായതുകൊണ്ട്. ടീം തച്ചമ്പാറ, എന്താണ് നിങ്ങളുടെ ഉത്തരം? ഇവൻ ഒരു റോമാ പൗരനാണല്ലോ അന്ന് മാത്രമേ എഴുതിയിട്ടുള്ളൂ. അങ്ങനെ മാത്രമേ എഴുതിയിട്ടുള്ളൂ. ഇവനൊരു അങ്ങെന്താണ് ഈ ചെയ്യുന്നത്? ഇവനൊരു റോമാ പൗരനാണല്ലോ. അങ്ങെന്താണ് ഈ ചെയ്യുന്നത്? ഇവനൊരു റോമ പൗരനാണല്ലോ. ആ ഉത്തരത്തെ തെറ്റെന്ന് പറയാൻ കഴിയില്ല, എന്നാൽ അത് പൂർണ്ണമാണെന്നും പറയാൻ കഴിയില്ല. ഞാൻ നിങ്ങൾക്കൊരു 10 പോയിന്റ് തരാം. ടീം തച്ചമ്പാറയ്ക്ക് 10 പോയിന്റ് ലഭിക്കുന്നു, ധോണികുണ്ടിന് 20 പോയിന്റ് ലഭിക്കുന്നു. ഈ 3 ചോദ്യങ്ങളോടുകൂടെ ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാകുമ്പോൾ നമുക്ക് നോക്കാം എന്താണ് സ്കോർ ബോർഡ്. ടീം ധോണികുണ്ട് 70 പോയിന്റ്സ്, ടീം തച്ചമ്പാറ 60 പോയിന്റ്സ്, ടീം കൈറാടി 70 പോയിന്റ്സ്. ഉത്തരം അറിയണം, വ്യക്തതയുണ്ടാകണം, ആദ്യം ബസർ ചെയ്യണം. അവർക്ക് ഉത്തരം പറയാനുള്ള അവസരമുണ്ടാകും. ഒരു ചോദ്യത്തിന് ലഭിക്കാവുന്നത് 30 സെക്കൻഡ് സമയവും 30 പോയിന്റുകളുമാണ്. ഉത്തരം തെറ്റിയാൽ മൈനസ് പോയിന്റ് ഉണ്ട്. അടുത്ത ടീമിലേക്ക്, വലതുവശത്ത് നിൽക്കുന്ന ടീമിലേക്ക് ചോദ്യം പാസ് ചെയ്യുകയും ചെയ്യും. നമുക്ക് ആരംഭിക്കാം. ഒന്നാമത്തെ ചോദ്യം. എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? ടീം കൈറാടി. ടീം കൈറാടിയാണ് ബസർ ചെയ്തിരിക്കുന്നത്. ഞാൻ ചോദ്യം പൂർത്തീകരിച്ചില്ല. ഈ ചോദ്യം എങ്ങനെയായിരിക്കും പൂർത്തീകരിക്കുന്നതെന്ന് നിങ്ങൾക്ക് വല്ല ഊഹമുണ്ടോ? ഊഹം ഉണ്ട്. കുറച്ചുണ്ട്. റിസ്ക് എടുക്കുകയാണ്. ഉത്തരം പറ. അല്ല, ഭിന്നത എന്ന് ഞാൻ പറയുന്നു. ചോദ്യം പൂർത്തീകരിക്കാം. എനിക്കൊരു സ്നാനം സ്വീകരിക്കാനുണ്ട്. അത് നിവൃത്തിയാകുവോളം ഞാൻ എത്ര ഞെരുങ്ങുന്നു. ഭൂമിയിൽ സമാധാനം നൽകാനാണ് ഞാൻ വന്നിരിക്കുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? പിന്നെ എന്ത് നൽകാനാണ് എന്നാണ് ഈശോ പറയുന്നത്. ഉത്തരം ശരിയാണ്. ഭിന്നത എന്നതാണ് ഉത്തരം. ടീം കൈറാടിക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. സത്യത്തിൽ ഈശോ വന്നത് ഭിന്നത കൊണ്ടുവരാനാണ്. അതെന്താ അങ്ങനെ? ഭിന്നത കൊണ്ടുവരാനല്ല. നിങ്ങളാണ് ഈ ഉത്തരം പറഞ്ഞത്. ഭിന്നത കൊണ്ടുവരാനാണ് എന്ന് പറഞ്ഞത്. അന്നത്തെ സാഹചര്യത്തിന്റെ അനുസരിച്ച് വേണമെങ്കിൽ ഈശോ പറഞ്ഞതായിരിക്കാം എന്നാണ്. ആയിരിക്കാമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. ഈശോ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് അറിയാമോ? സമാധാനമല്ല, ഭിന്നതയാണ്, അഥവാ വാളാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് എന്നതിൻ്റെ അർത്ഥം. ഈശോയുടെ സുവിശേഷം അത് പ്രത്യേകതയുള്ളതാണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയാണ്. ഈശോയുടെ സുവിശേഷത്തിൻ്റെ പ്രത്യേകത അത് ഭിന്നതയ്ക്ക് കാരണമാകാവുന്നതാണ് എന്നതാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ക്രൈസ്തവ മൂല്യങ്ങൾക്കനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി, ആ വ്യക്തി നിറയെ അഴിമതിയുള്ള ഒരു ഓഫീസിൽ ജോലി ചെയ്യുകയാണ്. സ്വാഭാവികമായും എന്ത് സംഭവിക്കും? ഈ ആളുടെ വിശ്വാസം അവിടെ ഒരു ഭിന്നതയ്ക്ക് കാരണമായി തീരും, കലഹത്തിന് കാരണമാകും. അല്ലെങ്കിൽ ഒരു കുടുംബത്തിൽ ഒരു വ്യക്തി ഈശോയെ അറിഞ്ഞ് മാമോസ സ്വീകരിച്ച് വിശ്വാസജീവൻ നയിക്കുകയാണെന്ന് കരുതുക. അവിടെ ഭിന്നതയുണ്ടാകും. ഈശോ പറയുകയാണ്, സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുമെന്ന് വിചാരിച്ച് മാത്രം നീ ഈശോയെ പിഞ്ചെന്നിട്ട് കാര്യമില്ല. നീ അതിന് വില കൊടുക്കണം. ഒരുപക്ഷെ അനേകരോട് ഭിന്നിച്ചു പോലും നിനക്ക് നിൽക്കേണ്ടി വരും എന്നാണ് ഈശോ പറയുന്നത്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത് ഈശോ ശരിക്കും ഭിന്നതയുമായിട്ട് വന്നതെന്നല്ലതിൻ്റെ അർത്ഥം. ഈശോയുടെ വചനം സ്വീകരിച്ചാൽ ഭിന്നതയ്ക്കും സാധ്യതയുണ്ടെന്ന് അറിഞ്ഞിരിക്കണമെന്ന് മാത്രമാണ്. നമുക്ക് പോകാം രണ്ടാമത്തെ ചോദ്യത്തിലേക്ക്. അവൻ ചോദിച്ചു,
ഇവയെല്ലാം സംഭവിച്ചതുകൊണ്ട് അഥവാ അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയരെക്കാൾ കൂടുതൽ പാപികളായിരുന്നുവെന്ന് നിങ്ങൾ കരുതുന്നു. ടീം കയറാടി, ചോദ്യം ചോദിക്കാൻ തുടങ്ങിയില്ലായിരുന്നു. ഉത്തരം അറിയാം. പശ്ചാത്താപിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും അതുപോലെ നശിക്കും. ഇത് പറയാൻ വേണ്ടിയാണ് ഈശോ ഈ വചനം പറഞ്ഞത്. അതാണ് നിങ്ങളുടെ ഉത്തരം. നമുക്ക് ചോദ്യം എന്താണെന്ന് നോക്കാം. ചോദ്യം ഇതാണ്. അവൻ ചോദിച്ചു, ഇവയെല്ലാം അനുഭവിച്ചതുകൊണ്ട് അവർ മറ്റെല്ലാ ഗലീലിയരെക്കാൾ കൂടുതൽ പാപികളായിരുന്നുവെന്ന് നിങ്ങൾ കരുതുന്നുവോ? അല്ല എന്ന് ഞാൻ പറയുന്നു. ചിലർ ഈശോയെ ഒരു കാര്യം അറിയിച്ചപ്പോൾ ഈശോ കൊടുക്കുന്ന മറുപടിയാണ് ഈ ചോദ്യം. എന്തായിരുന്നു അവർ ഈശോയെ അറിയിച്ചത് എന്നാണ് ഞാൻ ചോദിക്കാൻ വന്നത്. ടീം കയറാടി, നിങ്ങളാണ് എന്നെ തടസ്സപ്പെടുത്തിയത്, നിങ്ങളാണ് എന്നെ പറയാൻ അനുവദിക്കാത്തത്. അതുകൊണ്ട് നിങ്ങളുടെ 10 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കുകയാണ്. പാസ് ചെയ്യപ്പെടുകയാണ് ടീം തോണികൊണ്ട്. ഉത്തരം പറയൂ. ചില ഗലീലിയരുടെ ഏതാനും പേരുടെ രക്തം പീലാത്തോസ് കലർത്തി എന്ന് അറിഞ്ഞപ്പോൾ. എവിടെ കലർത്തി? ബലി. ഉത്തരം കൃത്യമായി പറയൂ. ഗലീലിയരായ ഏതാനും പേരുടെ രക്തം ബലികളിൽ പീലാത്തോസ് കലർത്തി എന്ന് കേട്ടപ്പോഴാണ് ഇങ്ങനെ പറഞ്ഞത്. ഗലീലിക്കാരായ ഏതാനും പേരുടെ രക്തം അവരുടെ ബലികളിൽ പീലാത്തോസ് കലർത്തി എന്ന് പറഞ്ഞാൽ അവരെ വധിച്ചു എന്ന് കേട്ടപ്പോഴാണ് ഈശോ അവരോട് ചോദിച്ചത്, അങ്ങനെ മരിച്ചു പോകാൻ ഇടവന്നവർ, വധിക്കപ്പെട്ടവർ മറ്റുള്ളവരെക്കാൾ കൂടുതൽ പാപികളായിരുന്നോ, അതുകൊണ്ടാണോ അവർ മരിച്ചത് എന്നാണ് ഈശോ ചോദിച്ചത്. ടീം ധോണി കൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്നു 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം കയറാടി 10 പോയിന്റ് തിരിച്ചു തരണം. അങ്ങനെ ക്വിസ് മാസ്റ്ററും സ്കോർ ബോർഡ് തുറന്നിട്ടുണ്ട്. 3ാമത്തെ ചോദ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. ചോദ്യം ഇതാണ്. ദൈവം നമ്മെ വളർത്തുന്നു, നമുക്ക് നന്മകൾ നൽകുന്നു, നമ്മെ പരിപോഷിപ്പിക്കുന്നു. എന്നിട്ട് ദൈവം ആ നന്മയുടെ പ്രവൃത്തികൾ നമ്മിൽ നിന്നുണ്ടാകാനായി കാത്തിരിക്കുന്നു. ആ കാത്തിരിപ്പ് ദീർഘക്ഷമയോടെയുള്ള കാത്തിരിപ്പ് തന്നെയാണ്. ഇത് സൂചിപ്പിക്കുന്ന ഈശോയുടെ ഉപമ ഏതാണ്? ടീം കയറാടി. ടീം കയറാടി, ഒരു പ്രാവശ്യം കൊണ്ട് നിങ്ങൾ പഠിച്ചില്ല. ഉത്തരം പറയാൻ പോവുകയാണ് അല്ലേ? ശരി, ഉത്തരം പറയൂ. അത്തിവൃക്ഷത്തിന്റെ ഉപമ. എന്ത് തരം അത്തിവൃക്ഷമാണ്? മുന്തിരിത്തോട്ടത്തിൽ ഫലം തരാത്ത അത്തിവൃക്ഷത്തിന്. ഉത്തരം ശരിയാണ്. നിങ്ങൾക്ക് പഠിക്കാനുള്ള ഭാഗത്ത് ഒരു അത്തിവൃക്ഷത്തിന്റെ ഉപമ ഉണ്ടാവുകയുള്ളൂ എന്ന് കരുതിക്കൊണ്ടാണ് ഞാനത് സമ്മതിക്കുന്നത്. ഫലം തരാത്ത അത്തിവൃക്ഷത്തിന്റെ ഉപമയാണത്. ടീം കയറാടി, നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈശോ പറയുകയാണ്, ഫലം തരാത്ത അത്തിവൃക്ഷത്തെ പെട്ടെന്ന് അങ്ങോട്ട് വെട്ടിക്കളയല്ല ചെയ്യുന്നത്, വീണ്ടും വളമിട്ട് ഒന്നുകൂടെ പരിചരിച്ച് നോക്കുകയാണ് എന്നാണ്. പലപ്പോഴും ഈശോയ്ക്ക് നമ്മളോട് പറയാനുള്ള കാര്യവും അതുതന്നെയാണ്. നമ്മുടെ തിന്മകളും നമ്മുടെ വീഴ്ചകളുമൊക്കെ തൽക്ഷണം ദൈവം ഒരു ശിക്ഷയ്ക്ക് വിധേയപ്പെടുത്തിയിരുന്നെങ്കിൽ നമ്മളിങ്ങനെ ഇരിക്കുമായിരുന്നു പോലുമില്ല. ഈശോ പറയുന്ന കാര്യം ഇതാണ്: ഞാൻ ദീർഘക്ഷമയോടെ നിന്റെ തിരിച്ചുവരവിന് വേണ്ടി, നിന്നിൽ നൽകപ്പെട്ടിരിക്കുന്ന സുവിശേഷ മൂല്യങ്ങൾക്കനുസരിച്ചുള്ള ഫലങ്ങൾ നീ ചൂടുന്നതിന് വേണ്ടി ഞാൻ കാത്തിരിക്കുന്നു എന്നാണ്. ഈ റൗണ്ടിൻ്റെ അവസാനത്തെ ചോദ്യത്തിലേക്ക് നാം പോവുകയാണ്. എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഞാൻ നന്ദി പറയും. എന്ത് കാരണത്താലാണ്? ടീം കയറാടി. ടീം കയറാടി, നിങ്ങളിത് എന്തുദ്ദേശിച്ചാണ്? ചോദ്യം ചോദിക്കുന്നതിന് മുൻപേ നിങ്ങൾ എങ്ങനെ ഉത്തരത്തെക്കുറിച്ച് ഊഹിക്കുന്നു? ചോദ്യം ഏകദേശം കറക്റ്റ് ആണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ബസർ അടിച്ചത്. ആണ്. ഉത്തരം പറയൂ, കേൾക്കട്ടെ. തന്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി. ഉത്തരം ശരിയാണ്. എന്തെന്നാൽ തന്റെ ശുശ്രൂഷയ്ക്കായി എന്നെ നിയമിച്ചുകൊണ്ട് അവൻ എന്നെ വിശ്വസ്തനായി കണക്കാക്കി. ചോദ്യം എങ്ങനെയായിരുന്നു? എന്നെ ശക്തിപ്പെടുത്തുന്ന നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന് ഞാൻ നന്ദി പറയുന്നു. എന്ത് കാരണത്താലാണ് പൗലോസ് കൃതജ്ഞതയർപ്പിക്കുന്നതെന്നായിരുന്നു ചോദ്യം. ടീം കയറാടി അത് കൃത്യമായി ഊഹിച്ചു. നിങ്ങളുടെ ഉത്തരവും ശരിയാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ റൗണ്ട് ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് അന്വേഷിക്കാം എന്താണ് പോയിന്റ് നില, ആരൊക്കെയാണ് മുൻപിൽ നിൽക്കുന്നത്. ഡോക്ടർ റോസലിൻ, ഹിമ. ടീം ധോണികൊണ്ട് 90 പോയിന്റ്സ്. ടീം തച്ചമ്പാറ 60 പോയിന്റ്സ്. ടീം കൈറാടി 150 പോയിന്റ്സ്. ദൃശ്യമാണ് ചോദ്യം, അത് മനസ്സിലാക്കുന്നതാണ് ഉത്തരം. നാം ആരംഭിക്കുകയാണ്. ടീം തച്ചമ്പാറയ്ക്കുള്ളതാണ് ആദ്യത്തെ ചോദ്യം. ചിത്രം കണ്ടാൽ നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. നോക്കണം. നോക്കൂ. ചിത്രത്തിലെ സംഭവം തിരിച്ചറിയാം. കൂനുള്ള സ്ത്രീയെ സുഖപ്പെടുത്തുന്നു.
സിനഗോഗിൽ വെച്ച് കൂനുള്ള സ്ത്രീയെ ആര് സുഖപ്പെടുത്തുന്നു? ഈശോ സുഖപ്പെടുത്തുന്നു. ഉത്തരം ശരിയാണ് തച്ചമ്പാറ. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ടീം കൈറാടി, നിങ്ങളും ചിത്രങ്ങൾക്കായി ഒരുങ്ങിയിട്ടുണ്ട്. എവിടെ നിന്നാണ് നിങ്ങൾക്ക് ചിത്രം ലഭിക്കാൻ സാധ്യത? സൺഡേ ശാലോമിന്ന് ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. വിഷ്വൽ. ലൂക്ക 13-ാം അധ്യായത്തിൽ ദൈവരാജ്യത്തെ സദൃശ്യപ്പെടുത്തുന്ന 2 കാര്യങ്ങൾ ചിത്രത്തിൽ നിന്ന് തിരിച്ചറിയാം. പുളിമാവിന്റെയും കടുകുമണിയുടെയും ഉപമ. പുളിമാവിന്റെയും കടുകുമണിയുടെ ഉപമയായിരുന്നു അത്. ഉപമ. ഉത്തരം ശരിയാണ് ടീം കൈറാടി. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. വെറുതെ പേടിച്ചു പോയോ? കഴിഞ്ഞ റൗണ്ടിൽ മുഴുവനും ചുമ്മാ കണ്ണു അടച്ച് ധൈര്യപൂർവ്വം ബസറമർത്തുന്നത് കണ്ടിട്ടാണ് ഞാൻ നിങ്ങളെന്ന് പേടിപ്പിക്കാമെന്ന് വിചാരിച്ചത്. നിങ്ങൾ ഇത്ര പെട്ടെന്ന് പേടിക്കുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അടുത്ത ചോദ്യം ടീം ധോണികുണ്ടിനുള്ളതാണ്. ടീം ധോണികുണ്ട്, നിങ്ങൾക്ക് ചിത്രങ്ങൾ എളുപ്പമായിരിക്കും അല്ലേ? എവിടെ നിന്നായിരിക്കണം നിങ്ങൾക്ക് കിട്ടേണ്ട ചോദ്യം? ബൈബിളിൽ നിന്നാകാൻ സാധ്യതയുണ്ട്. എന്താ അങ്ങനെ ഒരു സാധ്യത? അങ്ങനെ ഊഹിച്ചു. നമുക്ക് നോക്കാം. വിഷ്വൽ. ഉത്തരം പറയാം. ഊഹിക്കണം, ആലോചിക്കണം. സൂചനകളുണ്ട്. ഹെൽപ്പ് ഡെസ്ക് വേണം. ഹെൽപ്പ് ഡെസ്ക് വേണം. വരാം, സഹായിക്കാം. കേൾക്കാൻ കഴിഞ്ഞു? ഉത്തരം പിടികിട്ടി എങ്കിൽ പറയൂ. വിചാരണ ചെയ്യുന്നത്. ആര് വിചാരണ ചെയ്യുന്നത്? അനനിയാസ് പൗലോസിനെ. അതാണോ നിങ്ങൾ ചിത്രത്തിൽ കണ്ടത്? ഉത്തരം തെറ്റാണ്. ടീം ധോണികുണ്ട് പാസ് ചെയ്യപ്പെടുകയാണ്. ടീം തച്ചമ്പാറ. ഭോഷനായ ധനികന്റെ ഉപമയാണ്. ഒരു ധനികനായ മനുഷ്യൻ ഇങ്ങനെ അലസമായി കസേരയിൽ ചാരിയിരിക്കുന്നു. പുറത്ത് അദ്ദേഹത്തിൻ്റെ കളപ്പുര പൊളിച്ച് പണിതുകൊണ്ടിരിക്കുന്നു. കളപ്പുരയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യം നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞതുമാണ്. നിങ്ങളത് വളരെ എളുപ്പത്തിൽ മറന്നു കളഞ്ഞു. ടീം തച്ചമ്പാറ, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത 3 ചോദ്യങ്ങൾ ഹെൽപ്പ് ഡെസ്കിന് മാത്രമുള്ളതാണ്. നിങ്ങളാണ് ഉത്തരം പറയേണ്ടത്, നിങ്ങളാണ് സഹായിക്കേണ്ടത്. നിങ്ങളുടെ കണ്ടെത്തലുകൾ നിർണായകമാണ്. നിങ്ങളുടെ മെച്ചം നിങ്ങൾക്ക് 5 പേരുടെ അറിവ് പഠനം ഉപയോഗിക്കാൻ കഴിയും എന്നുള്ളതാണ്. ചോദ്യം ആരംഭിക്കുന്നത് തച്ചമ്പാറ നിന്നാണ്. തച്ചമ്പാറയുടെ ഹെൽപ്പ് ഡെസ്ക്. നിങ്ങൾ എങ്ങനെയായിരുന്നു പഠിച്ചുകൊണ്ടൊക്കെയിരുന്നത്? ഞങ്ങളെല്ലാവരും ഒത്തൊരുമിച്ച് അവിടെ ഒരു തച്ചമ്പാറ കോൺവെന്റ് ഉണ്ട്, അവിടെ കൂടിയിരുന്ന് പഠിച്ചു. അല്ലാതെ വ്യക്തിപരമായി വീടുകളിലിരുന്ന് പഠിച്ചു. ഈ ചിത്രങ്ങളെക്കുറിച്ച്? ചിത്രങ്ങൾ ഞങ്ങൾ ശാലോ മാസികയിലുണ്ടായിരുന്നു. പിന്നെ ഈ വിഷ്വൽസ് യൂട്യൂബൊക്കെ ഞങ്ങൾ സെർച്ച് ചെയ്തൊക്കെ അങ്ങനെയൊക്കെ ചെയ്തു. സ്വാഭാവികമായി നിങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിയേണ്ടതാണ് അല്ലേ? നോക്കാം. വിഷ്വൽ. 2015 തീവ്രവാദികൾ ബുൾഡോസർ ഉപയോഗിച്ച് ഇടിച്ചു നിരത്തുകയും അഗ്നിക്കിരയാക്കുകയും ചെയ്ത സിറിയയിലെ പൗരാണിക കത്തോലിക്ക ആശ്രമമാണ് ചിത്രത്തിൽ. 1500-ൽ പരം വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഈ ആശ്രമം ഡെയർമാർ മൂസ എന്ന സന്യാസ സമൂഹത്തിൻ്റെതാണ്. 2016-ൽ സിറിയൻ അറബ് സൈന്യം ഈ ആശ്രമം തിരിച്ചുപിടിച്ചു. ഇപ്പോൾ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ഈ ആശ്രമം ഏതാണ്? ഹേമി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള. ഉത്തരം ശരിയല്ല. പാസ് ചെയ്യപ്പെടുകയാണ്. ടീം കൈറാടിക്ക് പറയാം. മാർ ഏലിയൻ സിറിയക് കാത്തലിക് ആശ്രമം. സ്ഥലം അറിയാമോ? മതി, അത്രയും മതി. സ്ഥലം അറിയാമോ? അറിയില്ല. ഹോംസ്. ഉത്തരം ശരിയാണ്. ടീം കൈറാടി, നിങ്ങൾക്ക് ലഭിക്കുന്നു 20 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ ചോദ്യം ഇപ്പോൾ ഉത്തരം നൽകിയ കൈറാടിക്ക് തന്നെയുള്ളതാണ്. കൈറാടി, ഇതുകൂടെ കിട്ടിയാൽ നിങ്ങൾ വലിയ സമ്പന്നരാകാൻ സാധ്യതയുണ്ട്. വിഷ്വൽ. അക്ഷരങ്ങളുടെ കൂടപ്പിറപ്പ് എന്നറിയപ്പെടുന്ന വിശുദ്ധ ചാവറയച്ചൻ സ്ഥാപിച്ച കേരള കത്തോലിക്കരുടെ ആദ്യത്തെ അച്ചടിശാല. 1917-ൽ പണിതീർത്ത ഈ അച്ചടിശാല കേരളത്തിലെ 5ാമത്തേതായിരുന്നു. ഏതാണ് ഈ അച്ചടിശാല? എവിടെയാണ്? മാന്നാനം പ്രസ്. ചാവറ പിതാവിൻ്റെ പ്രസ്സാണ് മാന്നാനം പ്രസ്. പേരുകൂടെ പറയാം.
ഏതാണ് ഈ അച്ചടിശാല, എവിടെയാണത് എന്നാണ് പറയേണ്ടത്. മാന്നാനത്താണ് പ്രസ്. ചാവറ. ഉത്തരം തെറ്റാണ് ടീം കൈറാടി. നിങ്ങൾക്കറിയാം, പക്ഷെ നിങ്ങളുടെ ഉത്തരം പൂർണ്ണമല്ല. അത് പാസ് ചെയ്യപ്പെടുകയാണ് ടീം ധോണികുണ്ട്. ചങ്ങനാശ്ശേരി എന്നാണ് പറഞ്ഞു വരുന്നത്. ഉത്തരം തെറ്റാണ്, തീർച്ചയായിട്ടും അല്ല. ടീം തച്ചമ്പാറ. മാന്നാനത്താണ് CMI ആശ്രമത്തിലെ അതൊന്നുമല്ല. പേര് വേണം. ഉത്തരം തെറ്റാണ് ടീം തച്ചമ്പാറ. ഇത് നമ്മളെല്ലാവരും അറിഞ്ഞിരിക്കേണ്ടതാണ്. പ്രസ് വളരെ പ്രസിദ്ധമാണ്. ആർക്ക് പറയാം? സെന്റ് ജോസഫ് പ്രസ്. സെന്റ് ജോസഫ്സ് പ്രസ് എന്നാണ് അതിൻ്റെ പേര്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കത്തോലിക്ക സഭയുടെ മാധ്യമ മുഖം ആരംഭിക്കുന്ന സ്ഥലമാണത്. അത് മറക്കാൻ പാടില്ല. സെന്റ് ജോസഫ്സ് ഔസേപ്പിതാവിൻ്റെ നാമത്തിൽ ആരംഭിച്ച മാന്നാനത്തെ പ്രസ്സാണത്. അതുകൊണ്ട് അതൊരു അറിഞ്ഞിരിക്കേണ്ട ഇൻഫർമേഷൻ തന്നെയാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് മാന്നാനം എന്ന് മാത്രം പറഞ്ഞതുകൊണ്ടും പോയിന്റ് തരാൻ കഴിയാതിരുന്നത്. മാന്നാനത്ത് പലപ്പോഴും വേറെയും പ്രസ്സുകൾ ഉണ്ടായിക്കൂടാ എന്നുമില്ലല്ലോ. ഈ ചോദ്യത്തിന് ആർക്കും പോയിന്റ് കിട്ടിയില്ല എന്നുള്ളത് കൈറാടിക്ക് ആശ്വസിക്കാവുന്ന ഒരു കാര്യം കൂടിയാണ്. അടുത്ത ചോദ്യത്തിലേക്ക് നാം പോവുകയാണ്. അത് ധോണികുണ്ടിനുള്ളതാണ്. ഒരു തിരുനാളാഘോഷമാണ് ഈ ചിത്രത്തിൽ കാണുന്നത്. ഈ തിരുനാൾ ദിനത്തോടനുബന്ധിച്ചുള്ള സന്ദേശത്തിൽ ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് യേശുവിനെ തേടാനുള്ള തീവ്രമായ ആഗ്രഹവും ഭയരഹിതമായ വിശ്വാസവും യേശുവിനെ എല്ലാവരിലും എത്തിക്കാൻ പുതിയ വഴികൾ തേടാനുള്ള മനസ്സും നമുക്ക് വേണമെന്നാണ്. ഏതാണ് ഈ തിരുനാൾ? പൂജരാജാക്കന്മാരുടെ തിരുനാൾ. ഉത്തരം ശരിയാണത്. പൂജരാജാക്കന്മാരുടെ തിരുനാളാണ്. എങ്ങനെയാണെന്ന് മനസ്സിലായത്? ഇത് ഞാൻ വായിച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഉത്തരം ശരിയാണ് ധോണികുണ്ട്. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഈ ചോദ്യത്തോടുകൂടെ ഈ റൗണ്ടും ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്കറിയണം ആരൊക്കെയാണ് മുൻപിൽ നിൽക്കുന്നത്, ആരൊക്കെയാണ് അടുത്ത റൗണ്ടിനോട് അടുത്തുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. ടീം ധോണികുണ്ട് 120 പോയിന്റ്സ്. ടീം തച്ചമ്പാറ 110 പോയിന്റ്സ്. ടീം കൈറാടി 200 പോയിന്റ്സ്. നിങ്ങൾ ചെയ്യാൻ പോകുന്നത് വിശുദ്ധ ഗ്രന്ഥത്തിൽ നിന്ന് ഞാൻ പറയുന്ന വചനം കണ്ടെത്താനാണ് പോകുന്നത്. നിങ്ങളുടെ വിശുദ്ധ ഗ്രന്ഥത്തോടുള്ള പരിചയം, ചിരപരിചിതത്വമൊക്കെയാണ് ഇതിൽ നിങ്ങൾക്ക് പോയിന്റുകളായി മാറാൻ പോകുന്നത്. ചെയ്യേണ്ടത് ഇങ്ങനെയാണ്: ഞാൻ പറയുന്ന വചനം വിശുദ്ധ ഗ്രന്ഥം തുറന്ന് നിങ്ങൾ കാണണം, അതിൽ വിരൽ തൊടണം. തൊട്ടതിന് ശേഷം മൈക്കെടുത്ത് തൊട്ട് മുൻപുള്ള വചനവും ഞാൻ പറഞ്ഞ വചനവും കൂടി കൂട്ടിച്ചേർത്ത് വായിക്കണം. ഇത്രയും ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കാനിരിക്കുന്നത് 30 പോയിന്റാണ്. ഈ ചോദ്യം പാസ് ചെയ്യപ്പെടുന്നതല്ല. ഇനി 30 സെക്കൻഡാണ് നിങ്ങൾക്കുള്ള സമയമെങ്കിൽ അതിൽ 20 സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്കത് കണ്ടെത്തി വായിക്കാൻ കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വക 10 പോയിന്റ് നിങ്ങൾക്ക് സമ്മാനവും തരും. തയ്യാറാണ്? നമുക്ക് ആരംഭിക്കാം. ഒന്നാമത്തെ ചോദ്യം ടീം കൈറാടിക്കുള്ളതാണ്. ടീം കൈറാടി, ചോദ്യം ഇതാണ്: ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുക. വളരെ ഗൗരവമാർന്ന ഒരു നിർദ്ദേശമാണ്. ദൈവകൃപ നഷ്ടപ്പെടുത്താതിരിക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവരോടും സമാധാനത്തിൽ വർത്തിച്ച് വിശുദ്ധിക്ക് വേണ്ടി പരിശ്രമിക്കുവിൻ. വിശുദ്ധി കൂടാതെ ആർക്കും കർത്താവിനെ ദർശിക്കാൻ സാധിക്കുകയില്ല. ദൈവകൃപ ആർക്കും നഷ്ടപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കുവിൻ. ഹെബ്രായ ലേഖനത്തിൽ നിന്നുള്ള വായനയാണ് അല്ലേ? ടീം കൈറാടി, നിങ്ങൾ കണ്ടെത്തിയത് ശരിയാണ്, വായിച്ചത് കൃത്യമാണ്. നിങ്ങൾക്ക് ലഭിക്കുന്നു 30 പോയിന്റുകളും നേരത്തെ അത് കണ്ടെത്തിയത് കൊണ്ട് സമ്മാനമാകുന്ന 10 പോയിന്റും ചേർത്ത് 40 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം ധോണികുണ്ടിനുള്ളതാണ്. വളരെ പരിചിതമായ ഒരു വചനമാണ് എന്നാണ് എൻ്റെ വിചാരം. വചനം ഇതാണ്: യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരാൾ തന്നെയാണ്. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. നിങ്ങളോട് ദൈവവചനം പ്രസംഗിച്ച നിങ്ങളുടെ നേതാക്കന്മാരെ ഓർക്കുവിൻ. അവരുടെ ജീവിതചര്യയുടെ ഫലം കണക്കിലെടുത്ത് അവരുടെ വിശ്വാസം അനുകരിക്കുവിൻ. യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരേ ആൾ തന്നെയാണ്. ടീം ധോണികുണ്ട്, നിങ്ങൾ വളരെ വേഗത്തിൽ അത് കണ്ടെത്തി.
മനോഹരമായിട്ടത് വായിച്ചു. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റും പിന്നെ സമ്മാനമായ 10 പോയിന്റും ചേർത്ത് 40 പോയിന്റുകൾ കരസ്ഥമാക്കിയിരിക്കുന്നു. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം ടീം തച്ചമ്പാറയ്ക്കുള്ളതാണ്. തച്ചമ്പാറ, ഈ 2 ടീമുകളും വളരെ പെട്ടെന്ന് എടുക്കുന്നുണ്ടല്ലോ, നിങ്ങൾക്കും അതിന് കഴിയുമായിരിക്കും കഴിയുമെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നോക്കാം. തയ്യാറായിക്കോളൂ. ചോദ്യം ഇതാണ്: നിന്റെ ജനത്തിന്റെ ഭരണകർത്താവിനെ നീ ദുഷിച്ച് സംസാരിക്കരുത്. നിന്റെ ജനത്തിന്റെ ഭരണകർത്താവിനെ നീ ദുഷിച്ച് സംസാരിക്കരുത്. അടുത്തു നിന്നവർ ചോദിച്ചു, ദൈവത്തിൻ്റെ പ്രധാന പുരോഹിതനെ നീ അധിക്ഷേപിക്കുകയാണോ? പൗലോസ് പറഞ്ഞു, സഹോദരന്മാരെ, അവൻ പ്രധാന പുരോഹിതനാണെന്ന് ഞാൻ അറിഞ്ഞില്ല. എന്തെന്നാൽ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു, നിന്റെ ജനത്തിൻ്റെ ഭരണകർത്താവിനെ നീ ദൂഷിച്ച് സംസാരിക്കരുത്. കൊള്ളാം, ഉത്തരം ശരിയാണ്. അല്പം വൈകിയാണ് നിങ്ങൾ വായിച്ചു തുടങ്ങിയത്. പക്ഷെ നിങ്ങളുടെ ഉത്തരം ശരിയായതുകൊണ്ട് പ്രത്യേകിച്ച് സമ്മാനങ്ങളൊന്നുമില്ലാതെ നിങ്ങൾ അർഹിക്കുന്ന 30 പോയിന്റുകൾ നിങ്ങൾക്ക് തരികയാണ്. അഭിനന്ദനം. ഈ മത്സരത്തിൻ്റെ ഏറ്റവും രസകരമായ ഒരു ഘട്ടത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. ട്രഷർ ഹണ്ടിൻ്റെ 2ാമത്തെ ഘട്ടം അത് ഹെൽപ്പ് ഡെസ്കിന് മാത്രമുള്ളതാണ്. നിങ്ങളാണ് ഇവിടെ നിധി തേടാൻ പോകുന്നത്, കണ്ടെത്താൻ പോകുന്നത്. ക്രമീകരണം എങ്ങനെയാണ്? ഒരു വചനഭാഗം ഭാഗിച്ച് വാക്കുകളായി മുറിച്ച് ഇവിടെ നൽകിയിട്ടുണ്ടാകും. വിളിക്കപ്പെടുന്ന ടീം ഇവിടേക്ക് വരുന്നു, വാക്കുകൾ പരിശോധിക്കുന്നു, വചനം ഏതാണെന്ന് കണ്ടെത്തുന്നു, അത് ഡിസ്പ്ലേ ചെയ്ത ശേഷം വായിച്ച് കേൾപ്പിക്കുന്നു. ഇത്രയും 1 മിനിറ്റിനുള്ളിൽ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് 30 പോയിന്റുകളാണ്. വ്യക്തമായോ? കയറാടിക്കുള്ളതാണ്. നിങ്ങൾ റെഡിയാണ്? വരൂ. നിങ്ങൾ തയ്യാറാണ് അല്ലേ? ആരംഭിക്കാം. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. ചെറിയ അജഗണമേ ഭയപ്പെടേണ്ട, എന്തെന്നാൽ നിങ്ങൾക്ക് രാജ്യം നൽകാൻ നിങ്ങളുടെ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. ശരിയാണോ? ശരിയാണത്. ടീം കയറാടി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. ഇരിക്കാം. ഈശോ തൻ്റെ പരിശുദ്ധ സഭയോട് പറയുകയാണ്, നിങ്ങൾ ചെറിയ അജഗണമാണ്, പക്ഷേ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് രാജ്യം നൽകാൻ, ദൈവരാജ്യം നൽകാൻ, സ്വർഗം നൽകാൻ പിതാവ് പ്രസാദിച്ചിരിക്കുന്നു. നമ്മൾ പോവുകയാണ് അടുത്ത ടീമിലേക്ക്. ധോണികുണ്ട് റെഡിയാണ്? എങ്കിൽ ഇതാ നിങ്ങളുടെ സമയം ആരംഭിച്ചിരിക്കുന്നു. മുപ്പത് സെക്കൻഡ് കൂടി. സെക്കൻഡ് കൂടി. നിനക്ക് സാക്ഷ്യം നൽകിയ സ്റ്റേഫാനോസിന്റെ രക്തം ചിന്തപ്പെട്ടപ്പോൾ ഞാനും അത് അംഗീകരിക്കുകയും അടുത്തു നിന്ന് അവന്റെ ഘാതകരുടെ വസ്ത്രങ്ങൾ സൂക്ഷിക്കുകയും ചെയ്തു. ചെറിയൊരു കുഴപ്പമുണ്ട്, പക്ഷെ അതൊരു ഗ്രാമറിന്റെ പ്രശ്നം മാത്രമാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് പോയിന്റ് തരാവുന്നതേ ഉള്ളൂ.
ടീം ധോണികുണ്ടിന് ലഭിക്കുന്നു 30 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. അടുത്ത് നിന്ന് എന്നുള്ളതാണ്, 2 പ്രവൃത്തി ഒരുമിച്ച് നടക്കുന്നതാണ്. അടുത്ത് നിന്നാണ്, കുഴപ്പമില്ല. അഭിനന്ദനങ്ങൾ. നിങ്ങൾക്ക് നിങ്ങളുടെ സീറ്റുകളിലേക്ക് മടങ്ങാം. ആദ്യത്തെ രക്തസാക്ഷിയായ വിശുദ്ധ സ്തേഫാനോസിന്റെ രക്തം ചിന്തപ്പെട്ടപ്പോൾ അടുത്ത് നിന്നിരുന്നയാളാണ് വിശുദ്ധ പൗലോസ്. അടുത്ത് നിൽക്കുക മാത്രമല്ല, അവൻ്റെ വസ്ത്രങ്ങൾ സൂക്ഷിച്ച് കല്ലെറിഞ്ഞു കൊല്ലുന്നതിന് നേതൃത്വം കൊടുത്തയാളാണ് പൗലോസായി പിന്നീട് മാനസാന്തരപ്പെട്ട് മാറിയ സൗൾ. നമ്മൾ പോവുകയാണ് അടുത്ത ചോദ്യത്തിലേക്ക്. അത് ടീം തച്ചമ്പാറയ്ക്കുള്ളതാണ്. നിങ്ങൾ തയ്യാറാണോ? വരൂ. നിങ്ങൾ റെഡിയാണല്ലേ? ആരംഭിക്കാം. സോ യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. മുപ്പത് സെക്കൻഡ് കൂടി മാത്രം. വായിക്കാം. പരിശുദ്ധമായ മനസാക്ഷിയിലും നല്ല വിശ്വാസത്തിലും നിഷ്കപടമായ ഹൃദയത്തിലും നിന്ന് രൂപം കൊള്ളുന്ന സ്നേഹമാണ് അവരെ കുറ്റപ്പെടുത്തുന്നതിന്റെ ലക്ഷ്യം. അങ്ങനെയാണോ അത്? ചിന്തച്ചമ്പാറ, ഇങ്ങനെയും ഒരു വാചകമുണ്ടാക്കാം. പക്ഷേ വിശുദ്ധഗ്രന്ഥ വചനഭാഗം അങ്ങനെയല്ല. വിശേഷണങ്ങൾ കൊടുക്കേണ്ടിടത്തല്ല കൊടുത്തിരിക്കുന്നത്. നിർഭാഗ്യവശാൽ നിങ്ങൾക്കിത് പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ല. ഞാൻ നിങ്ങളുടെ മുൻപിൽ ഒരു ഓപ്ഷൻ മുന്നോട്ട് വയ്ക്കാം, ഒരു ചലഞ്ച് മുന്നോട്ട് വയ്ക്കാം. എനിക്ക് നിങ്ങൾക്കൊരു 10 സെക്കൻഡ് കൂടി തരാൻ പറ്റും. അതിൽ പൂർത്തീകരിക്കാൻ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾക്ക് 10 പോയിന്റ് കിട്ടും. ഇനി പൂർത്തീകരിക്കാൻ കഴിയുന്നില്ല എങ്കിൽ ഞാൻ 10 പോയിന്റ് നിങ്ങളിൽ നിന്ന് തിരിച്ചെടുക്കും. ഈ ചലഞ്ച് നിങ്ങൾ ഏറ്റെടുക്കുന്നു? 10 സെക്കൻഡുകളാണ് തരാൻ പോകുന്നത്. 10 സെക്കൻഡിനുള്ളിൽ നിങ്ങളത് കൃത്യമാക്കണം. എന്നിട്ട് വായിച്ച് കേൾപ്പിക്കണം. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ 10 പോയിന്റ് ഞാൻ തിരിച്ചെടുക്കും. വ്യക്തമാണല്ലോ? നമ്മുടെ സമയം ആരംഭിക്കുകയാണ്. 3, 2, 1 സ്റ്റാർട്ട്. അവരെ കുറ്റപ്പെടുത്തുന്നതിൻ്റെ ലക്ഷ്യം പരിശുദ്ധമായ മനസാക്ഷിയിലും നല്ല വിശ്വാസത്തിലും നിഷ്കപടമായ ഹൃദയത്തിലും നിന്ന് രൂപം കൊള്ളുന്ന സ്നേഹമാണ്. ചിന്തച്ചമ്പാറ, തെറ്റിയിട്ടുണ്ട്. വചനം ഇങ്ങനെയാണ്: അവരെ കുറ്റപ്പെടുത്തുന്നതിൻ്റെ ലക്ഷ്യം പരിശുദ്ധമായ ഹൃദയത്തിലും നല്ല മനസാക്ഷിയിലും നിഷ്കപടമായ വിശ്വാസത്തിൽ നിന്ന് രൂപം കൊള്ളുന്ന സ്നേഹമാണ് എന്നാണ്. തെറ്റിയിട്ടുണ്ട്. 10 പോയിന്റ് എനിക്ക് തിരിച്ചു തരണം. തച്ചമ്പാറ, നിങ്ങൾക്ക് നിങ്ങളുടെ ഇരിപ്പിടങ്ങളിലേക്ക് മടങ്ങാം. നിധി തേടുന്ന 4ാമത്തെ റൗണ്ട് ഇവിടെ പൂർത്തിയാകുമ്പോൾ, അവസാനത്തെ റൗണ്ടിന്റെ കവാടത്തിൽ വന്ന് നിൽക്കുമ്പോൾ എന്താണ് ടീമുകളുടെ നില എന്ന് പരിശോധിക്കാം. സ്കോർ ബോർഡ്. ടീം ധോണികുണ്ട് നേടിയിരിക്കുന്നു 190 പോയിന്റ്സ്. ടീം തച്ചമ്പാറ നേടിയിരിക്കുന്നു 130 പോയിന്റ്സ്. ടീം കൈറാടി നേടിയിരിക്കുന്നു 270 പോയിന്റ്സ്. ധോണികുണ്ട്, എന്താണ് നിങ്ങളുടെ ഇപ്പോഴത്തെ സ്ഥിതി? സെക്കൻഡ് സ്റ്റേജിൽ നിൽക്കുന്നുണ്ട് അച്ഛാ. 2ാം സ്ഥാനത്താണ് നിൽക്കുന്നതെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത് അല്ലേ? അതെ. അപ്പൊ എന്ത് ചെയ്യും? ഇനി ആലോചിക്കണം, ആലോചിച്ച് മുന്നോട്ട് പോകണം. നല്ല ആലോചന ആവശ്യമുണ്ട്. ആദ്യത്തെ ചോദ്യത്തിന്റെ വില 30 പോയിന്റ് മാത്രമാണ്. തന്നിട്ടത് മേടിച്ചാലോ? മേടിക്കാം. 30 പോയിന്റ് പോയാൽ നിങ്ങൾ പുറത്തേക്ക് ആകുമോ തൽക്കാലത്തേക്ക്? ഇല്ല, ആകില്ല. ധൈര്യമുണ്ട്. പക്ഷേ ഈ 30 പോയിന്റ് തന്നിട്ട് നിങ്ങളുടെ ഉത്തരം തെറ്റുകയും നിങ്ങൾക്ക് താഴെ നിൽക്കുന്ന ടീം എല്ലാ ഉത്തരങ്ങളും പറയുകയും ചെയ്താൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്? കുഴപ്പമില്ല അച്ഛാ, അവര് ജയിക്കട്ടെ. ഈ പുഞ്ചിരി മങ്ങുമോ? ഇല്ല. ഉറപ്പാണ്. ചോദ്യം ഇതാണ്: പരിശുദ്ധ സഭ വിശുദ്ധ ഗ്രന്ഥത്തെ എന്തിന് തുല്യമായി മനസ്സിലാക്കിയാണ് ആദരിച്ചിരുന്നത്? പരിശുദ്ധ സഭ വിശുദ്ധ ഗ്രന്ഥത്തെ എന്തിന് തുല്യമായി മനസ്സിലാക്കിയാണ് ആദരിക്കുന്നത്? അഥവാ എന്തിനെ പോലെ?
വിശുദ്ധ ഗ്രന്ഥത്തെ തിരുസഭ എന്തിനെ പോലെ കരുതിയാണ് ആരാധിക്കുന്നത്? അനന്യവചനം. ടീം ധോണി കൊണ്ട് അതെങ്ങനെ ഇതിൻ്റെ ഉത്തരമാണ്? ഉത്തരം വളരെ ലളിതമായിരുന്നു. പോയിന്റ് നിങ്ങൾക്ക് നഷ്ടപ്പെട്ട് കഴിഞ്ഞിരിക്കും. പരിശുദ്ധ സഭ വിശുദ്ധ ഗ്രന്ഥത്തെ എങ്ങനെയാണ് കരുതിയിരുന്നത്? ക്രിസ്തുവിൻ്റെ ശരീരത്തെ എന്നതുപോലെയാണ് കരുതിയിരുന്നത്. പഠിച്ചത് ഓർക്കുന്നുണ്ടോ? ഒരു ഹെൽപ്പ് ഡെസ്ക് എങ്കിലും എടുക്കാമായിരുന്നു അല്ലേ? നഷ്ടപ്പെടുകയാണ്. കിട്ടിയതിൽ നിന്ന് 30 പോയിന്റ്. ടീം ധോണിയുണ്ട് കൊടുക്കുന്നതിന് മുൻപ് ഇനി വീണ്ടും കൊടുത്തിട്ട് നഷ്ടപ്പെട്ടാൽ എന്തുണ്ടാകും? പക്ഷെ കിട്ടിയാൽ 80 പോയിന്റാണ്. നിങ്ങൾ സേഫായി മാറും. ചോദ്യം എടുക്കാം. ഹെൽപ്പ് ഡെസ്കിന്റെ സഹായവും ഉണ്ടാകും. എടുക്കാം. വന്നോ. 40 പോയിന്റുകളാണ് കയ്യിൽ നിന്ന് പോയിരിക്കുന്നത്. കഷ്ടപ്പെട്ട് സമ്പാദിച്ച പോയിന്റായിരുന്നു. ചോദിക്കട്ടെ. മനുഷ്യപുത്രനായി തീർന്ന യേശുക്രിസ്തു പിതാവിൻ്റെ വചനമാണ്. 3 വിശേഷണങ്ങളാണ് പിതാവിൻ്റെ വചനമായ ക്രിസ്തുവിന് CCCയുടെ 65-ാമത്തെ പാരഗ്രാഫിൽ കൊടുക്കുന്നത്. 3 വിശേഷണങ്ങളാണ് പിതാവിൻ്റെ വചനമായ ക്രിസ്തുവിന് CCC 65-ൽ കൊടുക്കുന്നത്. അതിൽ ഒന്നാമത്തേത് ഏകവും എന്നാണ്. രണ്ടാമത്തേതും മൂന്നാമത്തേതും ഏതൊക്കെയാണ്? ഹെൽപ്പ് ഡെസ്ക് വേണം. കൊടുക്കാം. അദൃശ്യവും അനന്യവുമാണ്. ഉത്തരം തെറ്റാണ്. ഏകവും പരിപൂർണവും അദ്വിതീയവുമായ വചനം. ഏകവും പരിപൂർണവും അദ്വിതീയവുമായ, മറ്റൊന്ന് ഇല്ലാത്തതുമായ വചനം. 40 പോയിന്റാണ് പോയിരിക്കുന്നത്. ഇനി ഒരുപക്ഷെ നിങ്ങൾക്ക് പിടിച്ചു കയറണമെങ്കിൽ അടുത്ത 100 കിട്ടിയേ മതിയാകൂ അല്ലേ? 100 പോയിന്റ് എടുക്കുമല്ലേ? വേണ്ട 100 പോയിന്റിന്റെ ഒരു ചോദ്യമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയാൻ പോകുന്നത് അല്ലേ? ആ ചോദ്യം ഏതാണെന്ന് അറിയാൻ ആകാംക്ഷയുണ്ട്. നമുക്ക് നോക്കാം. അടുത്ത ടീമിനോട് ചോദിക്കുമ്പോൾ ടീം തച്ചമ്പാറ, നിങ്ങൾ എങ്ങനെയാണ്? സേഫ് സോണിലാണോ? ഇപ്പോൾ അവരുടെ ഉത്തരം തെറ്റിപ്പോയത് കാരണം അവരാണ് പുറകിൽ, ഞങ്ങൾ പുറകിലല്ല. എന്നാലും ഞങ്ങൾ റിസ്ക് എടുക്കാൻ തയ്യാറാണ്. പോയിന്റ് പോയാൽ പോട്ടെ എന്ന് വെക്കും. ശരി, ചോദ്യം എടുക്കുകയാണ്. തരൂ. ചോദ്യം. പുതിയ വെളിപാടുകൾ അന്വേഷിക്കുന്നവർ ക്രിസ്തുവിൽ തൻ്റെ ദൃഷ്ടികൾ പൂർണ്ണമായി കേന്ദ്രീകരിക്കാതെ മറ്റെന്തെങ്കിലും പുതുമയന്വേഷിച്ച് പോകുന്നുവെന്ന് പ്രസ്താവിച്ചത് ആരാണ്? പുതിയ വെളിപാടുകൾ അന്വേഷിക്കുന്നവർ ക്രിസ്തുവിൽ തൻ്റെ ദൃഷ്ടികൾ പൂർണ്ണമായി കേന്ദ്രീകരിക്കാതെ മറ്റെന്തെങ്കിലും പുതുമയന്വേഷിച്ച് പോകുന്നുവെന്ന് പ്രസ്താവിച്ചത് ആരാണ്? കുരിശിലെ വിശുദ്ധ യോഹന്നാൻ. ഉത്തരം ശരിയാണത്. വിശുദ്ധ കുരിശിന്റെ യോഹന്നാനാണ്. സെന്റ് ജോൺ ഓഫ് ദ ക്രോസ്. ടീം തച്ചമ്പാറ 60 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. തച്ചമ്പാറ, ഇനി എന്താണ് പ്ലാൻ? എടുക്കുകയാണ്. തരൂ. ചോദ്യം ഇതാ. ക്രൈസ്തവ രക്ഷാകര പദ്ധതി ഒരിക്കലും റദ്ദാക്കപ്പെടുകയില്ല. കാരണം ക്രൈസ്തവ രക്ഷാകര പദ്ധതി ഒരിക്കലും റദ്ദാക്കപ്പെടുകയില്ല. വൈ? അത് അന്തിമമാണ്. നവീനവും അന്തിമവുമാണ്. ഉത്തരം ശരിയാണത്. നവീനമാണ്, അന്തിമമാണ്. നിങ്ങൾക്ക് ലഭിക്കുകയാണ് 80 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. തച്ചമ്പാറ, മൂന്നാമത്തേത് എങ്ങനെയാണ്? എടുക്കാം. തരൂ. ചോദ്യം. 50 പോയിന്റുകളാണ് നിങ്ങൾ കൈവിട്ടിരിക്കുന്നത്. 50 പോയിന്റ് പോയി കഴിയുമ്പോൾ നിങ്ങളുടെ സ്ഥിതി എന്താണ്? കുഴപ്പമില്ല, സേഫാണ്. എന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. ചോദ്യം ഇതാണ്. ദൈവം എന്ത് ചെയ്തതുകൊണ്ടാണ് ആരെങ്കിലും ദൈവത്തോട് അന്വേഷിക്കുകയോ ഏതെങ്കിലും ദർശനമോ വെളിപാടോ അഭിലഷിക്കുകയോ ചെയ്താൽ അയാൾ വലിയൊരു മൂഢത്വം പ്രവർത്തിക്കുന്നുവെന്ന് മാത്രമല്ല, ദൈവത്തെ അയാൾ അധിക്ഷേപിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത്?
ദൈവം എന്ത് ചെയ്തതുകൊണ്ടാണ് ആരെങ്കിലും ദൈവത്തോട് അന്വേഷിക്കുകയോ ഏതെങ്കിലും ദർശനമോ വെളിപാടോ അഭിലഷിക്കുകയോ ചെയ്താൽ അയാൾ വലിയൊരു മൂഢത്വമാണ് പ്രവർത്തിക്കുന്നത് എന്ന് മാത്രമല്ല, ദൈവത്തെ അയാൾ അധിക്ഷേപിക്കുകയും ചെയ്യുന്നു എന്ന് പറയാം. ദൈവാവിഷ്കരണ പദ്ധതി. ഉത്തരം തെറ്റാണ്. എന്താണ് അതിൻ്റെ ഉത്തരം? പണ്ട് പ്രവാചകന്മാരിലൂടെ ദൈവം അല്പാൽപമായി വെളിപ്പെടുത്തിയിരുന്നവ തൻ്റെ ഏകജാതനായ ക്രിസ്തുവിലൂടെ സമ്പൂർണ്ണമായും വെളിപ്പെടുത്തപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ സമ്പൂർണ്ണമായും വെളിപ്പെടുത്തിയിരിക്കുന്നത് കൊണ്ട് ഇനി കൂടുതൽ എന്തെങ്കിലും ചോദിക്കുന്നത് ദൈവത്തെ തന്നെ അധിക്ഷേപിക്കലാണ്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് 50 പോയിന്റുകൾ നഷ്ടപ്പെടുകയാണ്. വിഷമായോ? സാരമില്ല, അറിയാവുന്ന ആൻസർ ആയിരുന്നു. പക്ഷേ അറിയാവുന്ന ആൻസർ ആണെങ്കിൽ ഇത് പറഞ്ഞുകൂടാ? പെട്ടെന്ന് പറയാൻ പേടിച്ചിട്ട് പറയാത്തതാണോ? അല്ല, പെട്ടെന്ന് അതോ മറ്റു ടീമുകൾ കിട്ടിക്കോട്ടെ എന്ന് വിചാരിച്ചോ? അങ്ങനല്ല. എങ്ങനെയായിരുന്നാലും നിങ്ങൾക്ക് ആ പോയിന്റുകൾ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. അടുത്തത് കൈറാടിയുടെ അവസരമാണ്. ടീം കൈറാടി, എങ്ങനെയാണ്? ആദ്യത്തെ ചോദ്യം എടുക്കുവാണോ? എടുക്കുവാണ്. തരൂ. ചോദ്യം ഇതാണ്: സഭയുടെ സജീവമായ പ്രബോധനാധികാരം അത് ആരിലാണ് നിക്ഷിപ്തമായിരിക്കുന്നത്? പത്രോസിന്റെ പിൻഗാമിയായ റോമാ മാർപ്പാപ്പയോട് ഐക്യത്തിൽ വർത്തിക്കുന്ന മെത്രാന്മാർക്ക് മാത്രമാണ് ഈ ചുമതല. ശരിയാണ്, മെത്രാൻ സംഘത്തിനാണ്. മെത്രാൻ സംഘത്തിന് ഈ പരമാധികാരം ഉണ്ടാകുന്നത് റോമാ മാർപ്പാപ്പയോട് ഐക്യത്തിലായിരിക്കുമ്പോഴാണ്. ടീം കൈറാടി, നിങ്ങൾക്ക് ലഭിക്കുകയാണ് 60 പോയിന്റുകൾ. അഭിനന്ദനങ്ങൾ. രണ്ടാമത്തെ എടുക്കണോ? സപ്പോർട്ടിംഗ് ടീമിനോടെ എടുക്കണോ വേണ്ടയോ എന്നൊന്ന് ചോദിക്കണോ? ചോദിച്ചു. അച്ഛാ, എടുക്കുവാണ്. 40 പോയിന്റ് പോകൂ. തന്നോളൂ. ചോദ്യം ഇതാണ്: എന്ത് സംഭവിക്കുന്നതു വരെ ഇനി ഒരു പരസ്യ വെളിപാടും പ്രതീക്ഷിക്കേണ്ടതില്ല എന്നാണ് CCC 66-ാം പാരഗ്രാഫിൽ നിങ്ങൾ പഠിച്ചത്? ക്രിസ്തുവിന്റെ രണ്ടാമത്തെ ആഗമനം വരെ. ഉത്തരം ശരിയാണ്. ക്രിസ്തുവിന്റെ മഹത്വപൂർണ്ണമായ രണ്ടാമത്തെ ആഗമനം വരെ ഇനി മറ്റൊരു വെളിപാടും അന്വേഷിച്ച് കാത്തിരിക്കേണ്ട എന്നാണ്. ടീം കൈറാടി പോയിന്റ് നഷ്ടപ്പെടുത്തിയില്ലെന്ന് മാത്രമല്ല 80 പോയിന്റുകൾ നിങ്ങൾക്ക് ലഭിക്കുകയാണ്. അഭിനന്ദനങ്ങൾ. അടുത്ത ചോദ്യം 100 പോയിന്റിൻ്റെതാണ്. വേണോ? വേണ്ട. നിങ്ങൾ ക്വിറ്റ് ചെയ്യുകയാണ്. എന്താണ് അങ്ങനെ ഒരു ക്വിറ്റ് ചെയ്യലിന്റെ പുറകിൽ? തെറ്റിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ പോയിന്റ് നഷ്ടമാവുമല്ലോ. ഇപ്പം കുഴപ്പമില്ല, സേഫായിട്ട് നിൽക്കുകയാണ്. പോയിന്റുകൾ കൂട്ടി നോക്കുമ്പോൾ ആരാണ് മുൻപിലെന്ന് നമുക്ക് നോക്കാം. ഈ ചോദ്യത്തോടുകൂടെ ഈ റൗണ്ട് മാത്രമല്ല, ഈ എപ്പിസോഡും ഇവിടെ പൂർണ്ണമാവുകയാണ്. നമുക്ക് അന്വേഷിക്കാം ആരൊക്കെയാണ് അടുത്ത ഘട്ടത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെടാൻ പോകുന്നത്. ഈ മത്സരം ഇവിടെ പൂർണ്ണമാകുമ്പോൾ 3-ാം സ്ഥാനത്ത് 120 പോയിന്റുമായി ടീം ധോണികുണ്ട്. 2-ാം സ്ഥാനത്ത് 150 പോയിന്റുമായി ടീം തച്ചമ്പാറ. 1-ാം സ്ഥാനത്ത് 340 പോയിന്റുമായി ടീം കൈറാടി. ടീം കൈറാടി, എന്താണ് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നത്? വളരെ സന്തോഷം തോന്നുന്നു. കഷ്ടപ്പെട്ടതിന്റെ ഫലം കിട്ടി. നിങ്ങളെല്ലാം ഉത്തരം പറയുന്നുണ്ടായിരുന്നല്ലോ. തീർച്ചയായും നന്നായി പഠിച്ചിരുന്നു അല്ലേ? അഭിനന്ദനങ്ങൾ. ടീം തച്ചമ്പാറ, നിങ്ങൾക്ക് നിങ്ങളുടെ വിജയത്തെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? പഠിച്ചതെല്ലാം ശരിക്കും പെർഫോം ചെയ്യാൻ പറ്റിയില്ലെന്ന് തോന്നുന്നു. കറക്റ്റ് സമയത്ത് ഉത്തരം കിട്ടാതെ വന്നു. അടുത്ത റൗണ്ടിലേക്ക് കയറുമെന്ന് ഇടയ്ക്ക് പ്രതീക്ഷിച്ചിരുന്നു? അവസാനം പ്രതീക്ഷ നഷ്ടപ്പെട്ടായിരുന്നു അവസാനത്തെ റൗണ്ടിന് മുമ്പ്. പക്ഷേ ചിലർ നിങ്ങളെ സഹായിച്ചു എന്നാണ് തോന്നുന്നത്. ടീം ധോണികുണ്ട്, കുഴപ്പമില്ല അച്ഛാ. നിങ്ങൾ തുടക്കത്തിൽ എന്നോട് പറഞ്ഞു അങ്ങനെ സഹായിക്കാൻ സന്നദ്ധരാണ് എന്നൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ? അതെ. ആ തീരുമാനം ഉചിതമായിരുന്നു. പഠനം കുറച്ച് കുറവായിരുന്നു. അപ്പം നമുക്ക് തന്നെ അതിനുള്ളൊരു കോൺഫിഡൻസേ ഉണ്ടായിരുന്നുള്ളൂ. പഠനം കുറച്ച് കുറവായിരുന്ന സമയത്ത് എന്ന് നിങ്ങൾക്ക് തോന്നുമ്പോൾ ആ 3 ചോദ്യങ്ങൾ എടുക്കുന്നത് ബുദ്ധിയായിരുന്നു? ഇപ്പൊ തോന്നുന്നു ബുദ്ധി ആയിരുന്നില്ല എന്ന്. ഒരുപക്ഷെ നിങ്ങൾക്ക് കൂടുതൽ പോയിന്റുകൾ ഉണ്ടായിരുന്നു അല്ലേ? നഷ്ടപ്പെടുത്തിയത് വെച്ച് കൂട്ടിയാൽ 190 പോയിന്റ് ഉണ്ടായിരുന്നു. 2-ാം സ്ഥാനത്തെത്തിയവരെക്കാൾ കൂടുതൽ പോയിന്റുകൾ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു. അവിടെ നിന്നാണ് നിങ്ങൾ നിങ്ങളുടെ തീരുമാനങ്ങളുടെ പോരായ്മ കൊണ്ട് അല്പം താഴേക്ക് പോയത്. പക്ഷെ അതൊരു വിഷമിക്കേണ്ട കാര്യമല്ല. കാരണം എന്താണ്? കാരണം നിങ്ങൾ മുൻപിലായിരുന്നു. നിങ്ങളുടെ നേട്ടം നിങ്ങളോടൊപ്പമുണ്ട്. അത് നിങ്ങളുടെ പഠനം തന്നെയാണ്. നിങ്ങൾ എന്നെ സന്തോഷിപ്പിച്ച ഒരു കാര്യം, നിങ്ങൾ വിജയത്തെയും പരാജയത്തെയും ഒരുപോലെ സന്തോഷത്തോടെ നേരിടുന്നുണ്ട് എന്നുള്ളതാണ്.
അല്പം പോലും മുഖം മങ്ങാതെ അത് സ്വീകരിക്കാനുള്ള നിങ്ങളുടെ മനസ്സ് അഭിനന്ദനീയമാണ്. ഞങ്ങൾ സന്തോഷത്തോടെ അഭിനന്ദനങ്ങളോടെ നിങ്ങളെ യാത്രയാക്കുകയാണ്. വീണ്ടും മറ്റൊരു വേദികളിൽ നിങ്ങളെ കണ്ടുമുട്ടാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു. അഭിനന്ദനങ്ങൾ ടീം ധോണികുണ്ട്. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. അമ്മ കിളി കൂട്ടിൽ വർണ്ണക്കിളികൾ പാടി അന്തിക്കതിർ പൊന്നണിഞ്ഞ ശാലോമിൽ കൂടി. വാനം പാടികൾ വേനൽ പ്രാവുകൾ നാടിന്റെ അഭിമാനമായവർ സുവിശേഷ വയലാകെ കൊയ്തവർ. പെനുവേൽ, ദ ഫേസ് ഓഫ് ഗാഡ്, ദൈവത്തിന്റെ മുഖം. ദൈവത്തിന്റെ മുഖം തേടിയുള്ള ഈ എപ്പിസോഡും ഇവിടെ പൂർണ്ണമാവുകയാണ്. ടീം കയറാടിയെയും ടീം തച്ചമ്പാറയെയും മൂന്നാമത്തെ ഘട്ടത്തിലേക്ക് പ്രവേശിപ്പിച്ചുകൊണ്ട് വീണ്ടും കൂടുതൽ ചോദ്യങ്ങളും പുതിയ ടീമുകളുമായി അടുത്തയാഴ്ച കണ്ടുമുട്ടാമെന്നുള്ള പ്രതീക്ഷയോടുകൂടെ നാം പിരിയുകയാണ്. വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ മിശിഹായുടെ സ്നേഹത്തിലായിരിക്കുക, പരിശുദ്ധ സഭയുടെ സംരക്ഷണം അനുഭവിക്കുക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആമേൻ.